രാജ്യത്ത് വിവിധ മത്സര പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും യുവാക്കളും നടത്തുന്ന പ്രതിഷേധത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ലെന്ന ഉറപ്പ് നൽകുന്നുവെന്നാണ് നരേന്ദ്രമോദി പ്രതികരിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾ അതിവേഗം തീർപ്പാക്കുന്നതിന് രാജ്യത്ത് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. യുവജനക്ഷേമവുമായി ബന്ധപ്പെട്ട ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മോദിയുടെ പ്രഖ്യാപനം. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും അത് തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കർശനമായ നിയമ നടപടി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിലൂടെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ സന്ദേശം ഇതിലൂടെ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പരീക്ഷാ സംവിധാനത്തിൽ സുതാര്യത ഉറപ്പാക്കുക, വിദ്യാർത്ഥികളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്നിവയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുയർന്ന യുവജന പ്രതിഷേധത്തിൽ ആദ്യ പ്രതികരണം നടത്തിയ പ്രധാനമന്ത്രി മോദിക്ക് മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. നമ്മുടെ യുവജനതയുടെ ഭാവിക്ക് ഏറ്റവും അധികം ദ്രോഹം ചെയ്തത് നിങ്ങളാണെന്ന് രാഹുൽ തിരിച്ചടിച്ചു. നമ്മുടെ യുവജനതയുടെ ഭാവിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി എക്സിലൂടെ നടത്തിയ പ്രസ്താവനയിൽ അറിയിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക, രണ്ടാമത്തേത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക, അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽ അക്കമിട്ട് നിരത്തി. നമ്മുടെ യുവജനതയുടെ ക്ഷേമത്തിനും ഭാവിക്കും അപ്പുറം മറ്റൊന്നും പ്രധാനമല്ലെന്ന് നേരത്തെ പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചിരുന്നു. പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കണിശവുമായ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നമ്മുടെ നടപടികളുടെ തുടർച്ചയാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോട് കോക്രോച്ച് പാർട്ടി പ്രതികരിച്ചിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ നിർബന്ധമായും രാജിവെക്കുക, പ്രധാനമന്ത്രിയുടെ പോസ്റ്റിന് എക്സിലൂടെ തന്നെ CJP മറുപടി നൽകുകയായിരുന്നു. അതേസമയം BJPക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രസിഡന്റ് അഭിജിത് ദീപ്കെ ഉന്നയിച്ചത്. പ്രതിഷേധം അട്ടിമറിക്കാൻ BJP പുറത്തുനിന്ന് ഗുണ്ടകളെ അയക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായി സമാധാനപരമായാണ് പ്രതിഷേധം നടന്നത്. ഇത് വലുതായതോടെയാണ് BJP ഗുണ്ടകളെ ഇറക്കിയത്. ഗുണ്ടകൾ കല്ലേറ് നടത്തുകയാണെന്നും ഇതിനായി കല്ലുകൾ നിറച്ച ട്രാക്ക് എത്തിച്ച് നൽകുന്നത് പോലീസാണെന്ന് അഭിജിത് ദീപ്കെ പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടത്തിയ ലാത്തിച്ചാർജ് ക്രൂരമായിരുന്നുവെന്നും അഭിജിത്ത് പറഞ്ഞു. ഇതിനുത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കും. പോലീസ് ഗുണ്ടകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. സിവിൽ വേഷത്തിലുള്ള പോലീസുകാർ വാഹനങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. 12-15 വയസ്സുള്ള പെൺകുട്ടികളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചുകീറുകയും ചെയ്തുവെന്നും ദീപ്കെ പറഞ്ഞു. നേരത്തെ ചർച്ചയ്ക്കായി സർക്കാരിനെ സമീപിച്ചപ്പോൾ 5 മണിക്കൂറോളം കാത്തിരിപ്പിച്ചു. വെറും 10 മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത്. സർക്കാർ തങ്ങളുടെ സമയം പാഴാക്കുകയാണ്. അതിനാൽ ഇനി ചർച്ച നടക്കണമെങ്കിൽ അത് ജന്തർ മന്ദറിൽ വെച്ച് തന്നെ വേണം. ജന്തർ മന്ദറിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണെന്നും അഭിജിത് ദീപ്കെ പറഞ്ഞു. നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് സോനം വാങ്ചുക്കിനോട് ദീപ്കെ അഭ്യർത്ഥിച്ചു. അതേസമയം ഡൽഹിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. ഡൽഹിയിൽ CJP പ്രതിഷേധം തുടരുന്നതിനിടെയാണ് നടപടി. പരീക്ഷാ ക്രമക്കേടുകളിൽ ജന്തർ മന്ദറിലെ CJP സമരം തുടരുകയാണ്. ഇപ്പോഴും സമരവേദിയിലേക്ക് ഒഴുകിയെത്തുകയാണ് യുവാക്കൾ. ചർച്ചയ്ക്ക് വീണ്ടും കേന്ദ്രം ശ്രമം നടത്തുന്നുണ്ട്. ഇന്നലത്തെ സംഘർഷങ്ങളെ തുടർന്ന് കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.